Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, so class start ചെയ്യാം. Then അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലേബർ റൂം എന്താണെന്ന് കണ്ടു അല്ലെ. പിന്നെ അവിടെ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഏരിയകള്, അതുപോലെ തന്നെ എന്താ നമ്മൾ പറഞ്ഞു, കുറച്ച് ഫുൾ ഫോമുകൾ പഠിച്ചു, ലൊക്കേഷൻ എവിടെയാണ് അല്ലെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കുറച്ച് പഠിച്ചത്. പിന്നെ ലാസ്റ്റ് നമ്മൾ ആ ഒരു സോണുകളെ പറ്റി പഠിച്ചു അല്ലെ. അൺസ്റ്റെറൈൽ സോണിൽ വരുന്നത് ഏതൊക്കെയാണ്, അതുപോലെ പ്രൊട്ടക്റ്റീവ് സോൺ, ദെൻ ഡെലിവറി സ്റ്റോൺ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. Then നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് അതായത് എന്താ, ഫെസിലിറ്റീസ് അല്ലെ, അതായത് സൗകര്യങ്ങളും ആവശ്യകതകളും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓരോ പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫെസിലിറ്റീസുകളാണ്. ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അതിൽ നിന്ന് വേറെ എക്സ്ട്രാ ഒന്നും പഠിക്കാനില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോയിന്റ്സ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നഴ്സിംഗ് സ്റ്റേഷൻ അല്ലെ, അതായത് നേഴ്സ് ഇരിക്കുന്ന ഒരു അവരുടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നഴ്സിംഗ് സ്റ്റേഷൻ. സൂപ്പർവൈസർ ഓഫീസർ, മേൽനോട്ടം വഹിക്കുന്ന ആ ഒരു ഇപ്പൊ ലേബർ റൂമിൽ സൂപ്പർവൈസർ ഉണ്ടാവും അല്ലെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഓഫീസ് റൂം. വെയിറ്റിംഗ് റൂം, നമുക്കറിയാം പേഷ്യന്റിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെയിറ്റിംഗ് റൂം ഉണ്ടാവും. സ്ക്രബ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ് അല്ലെ നമ്മൾ പറഞ്ഞു, അതുപോലെ കഴുകുന്ന സിങ്കും മറ്റനുബന്ധ ആ ഒരു വാഷിംഗ് ഏരിയകൾ. ദെൻ ഡ്യൂട്ടി റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത് ചേഞ്ചിങ് ഏരിയ, അതുപോലെ തന്നെ ഡ്യൂട്ടി റൂമുകളും ടോയ്ലറ്റ്, അതുപോലെ ക്ലോത്ത്സ് മാറുന്ന ഡ്രസ് മാറുന്ന ഒരു ഏരിയകൾ. Then rooms designed for the storage of equipment and medicines. മെഡിസിൻസുകളും എക്യുപ്മെന്റ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു റൂമുകൾ. Then sterilizing facility, അണുവിമുക്തമാക്കുന്ന സ്റ്റെറിലൈസ് ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ. ഈ നമ്മളിപ്പോ ഇഞ്ചക്ഷൻസും മറ്റു എല്ലാ അങ്ങനത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുക ആ ഒരു സെക്ഷൻ. ക്ലിനിക്കൽ ഏരിയ, ചികിത്സാപരമായിട്ടുള്ള ഏരിയകൾ. Then tiled and anti-skid flooring, ടൈൽഡ് ചെയ്തിരിക്കുക, മീൻസ് ടൈൽ ഇട്ടാൽ നടപ്പാതെങ്കിലേ അങ്ങനെയുള്ള ഏരിയകളും. അതുപോലെ തന്നെ ആന്റി സ്കിഡ്, തെറ്റാത്ത രീതിയിൽ മീൻസ് വളരെ പോക്കാത്ത രീതിയിലുള്ള ടൈലൊക്കെ ചെയ്യുന്ന സ്കിഡ് ആവാത്ത വിധത്തിലുള്ള ഫ്ലോറിംഗ് ഉള്ള ഏരിയകൾ. ദെൻ സെൻട്രലി എയർ കണ്ടീഷണഡ്, നമ്മൾ പറഞ്ഞു എന്താ ലേബർ റൂമൊക്കെ എയർ കണ്ടീഷണഡ് ആയിരിക്കും അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററും അല്ലെങ്കിൽ ലേബർ റൂമും മീൻസ് എക്സ്പീരിയൻസ്ഡ് അതിൽ കയറിയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, അത് സെൻട്രലൈസ്ഡ് AC ആയിരിക്കും. ആണോ? കയറിയിട്ടുള്ളവര് ലേബർ റൂമിൽ കയറിയിട്ടുള്ളവർ പറയൂ, ആണോ? AC റൂം ആയിരിക്കില്ലേ? ഓക്കെ, ഇത്രയുമാണ് ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് വരുന്നത്. ജസ്റ്റ് ഒന്ന് പോയിന്റ് ഒന്ന് മനസ്സിലാക്കാം, കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. നമുക്ക് ആ പോയിന്റ്സ് മാത്രം പഠിക്കാനുള്ളൂ. പിന്നെ അതുപോലെ ആ പോയിന്റ്സ് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലേബർ വാർഡ് പ്രോട്ടോകോൾസ്. എന്താ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാല്, നമ്മളൊരു ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഇപ്പോ ഏതൊരു സ്ഥാപനത്തിലും അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രോട്ടോകോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലേ. അപ്പോ എന്താ പ്രോട്ടോകോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പ്രോട്ടോകോൾസ് കേട്ടിട്ടുണ്ടാവും. അതിന് മലയാളം എന്താ പറയാ? നിയമങ്ങള് അല്ലെ, നിയമങ്ങള് അല്ലെങ്കിൽ എന്താ അതുപോലെ നയങ്ങള് എന്നൊക്കെ പറയാം അല്ലെ. നിയമങ്ങൾ എന്ന് തന്നെ പറയാം നമുക്ക്. റൂൾസ്, നിയമങ്ങള് അല്ലെങ്കിൽ പോളിസി അല്ലെ, നിങ്ങൾ പറഞ്ഞെല്ലാം ശരിയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു പ്രോട്ടോകോൾസ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥാപനത്തിലും, ഒരു ഹോസ്പിറ്റലിലായിക്കോട്ടെ മറ്റേത് സ്ഥാപനത്തിലാണെങ്കിലും അതിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ടായിരിക്കും അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ലേബർ വാർഡിലെ പ്രോട്ടോകോൾസ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. The protocols for the labor ward offer explicit instruction for managing ward activities, ensuring the ward operates efficiently and deliver excellent medical care to pregnant women. These protocols are regarded to be അപ്പൊ ഇവിടെ പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ലേബർ വാർഡിനായിട്ടുള്ള പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് വാർഡിലെ പ്രവർത്തനങ്ങൾ എന്താ
നല്ല രീതിയിൽ മാനേജിങ് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു ലേബർ വാർഡിന്റെ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ മാനേജ് ചെയ്യുവാനും അതുപോലെ തന്നെ എന്താണ് അത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അല്ലെ എഫിഷ്യന്റ് ആയിട്ട് ആ വാർഡിലെ പ്രവർത്തനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ലൊരു പ്രഗ്നന്റ് വുമണിന്റെ എക്സലന്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ പ്രോട്ടോകോളുകൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ പ്രോട്ടോകോളുകൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു വാർഡിന്റെ മാനേജ് ചെയ്യുന്നതും അതുപോലെ കാര്യക്ഷമമായിട്ട് ഈ വാർഡിലെ കാര്യങ്ങൾ നടത്തുന്നതും അതുപോലെ തന്നെ പ്രഗ്നന്റ് വുമണിന് കൂടുതൽ നല്ല രീതിയിലുള്ള എക്സലന്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ നൽകുന്നതും അതാണ് ആ ഒരു കുഞ്ഞു പാരഗ്രാഫിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അതായത് വാർഡിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനും അത് കാര്യക്ഷമമായിട്ട് നടക്കാനും അതുപോലെ തന്നെ എന്താ പ്രഗ്നന്റ് വുമണിന് നല്ലൊരു എക്സലന്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ഒക്കെ നൽകുന്നതിനും. ഓക്കെ, ഇനി പറഞ്ഞു നോക്കാം. ദീസ് പ്രോട്ടോകോൾസ് ആർ റിഗാർഡഡ് ടു. ഇനി ഈ പ്രോട്ടോകോളുകൾ സംബന്ധിച്ചിട്ടുള്ള വരുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, administration and policies encompass the duties and obligations of administrative and professional responsibilities, criteria for admission, traffic control, ward regulations, disaster management, etc. ഇവിടെ obligations, എന്താ obligations meaning? Obligations നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് പറയാറുള്ള ഒരു വാക്കാണ് അല്ലെ. obligations പറയാറുണ്ട്. എന്താ ഇത് മലയാളം? obligations കടമ, ഉത്തരവാദിത്തങ്ങൾ ഒക്കെ പറയാം അല്ലെ. അപ്പൊ എൻകംപാസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? എൻകംപാസ് obligations എന്താ? കടമകൾ. അപ്പൊ എൻകംപാസ് എന്ന് പറഞ്ഞാൽ ബാധ്യതകൾ അല്ലെ. ബാധ്യതകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ബാധ്യതകൾ. നോക്കാം. Administration and policies encompass the duties and obligations of administrative and professional responsibilities, criteria for admission, traffic control, ward regulation, disaster management, etc. അതായത് എന്താണ്? അഡ്മിനിസ്ട്രേഷൻസിൽ വരുന്ന നയങ്ങളും അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും ഒബ്ലിഗേഷൻസ് അല്ലെ കടമകളും അല്ലെങ്കിൽ എന്താണ് അതുപോലെ തന്നെ പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങൾ ക്രൈറ്റീരിയ അഡ്മിഷന്റെ ക്രൈറ്റീരിയകൾ അതുപോലെ തന്നെ ട്രാഫിക് കൺട്രോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, വാർഡ് റെഗുലേഷൻസ് വാർഡ് നിയന്ത്രണങ്ങള്, ഒരു ദുരന്ത നിവാരണം വന്നാൽ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതൊക്കെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് ദാറ്റ് കവർ ഇൻപേഷ്യന്റ് കെയർ, management of labor, postpartum care, newborn care, etc. ഇനി postpartum care എന്ന് പറഞ്ഞാൽ എന്താണ്? postpartum care ആഫ്റ്റർ ഡെലിവറി അല്ലെങ്കിൽ മലയാളത്തിൽ പറയണമെങ്കിൽ എന്താ? പ്രസവാനന്തര ചികിത്സ എന്ന് പറയും അല്ലെ. ഇനി ന്യൂബോൺ കെയർ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂബോൺ ബേബി എന്ന് പറയുന്നത് നമ്മള് നവജാത ശിശുക്കളുടെ സംരക്ഷണം അല്ലെ. അപ്പൊ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഇൻപേഷ്യന്റ് കെയർ. അതായത് ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ കെയർ. അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ അല്ലെ മാനേജ്മെന്റ് ഓഫ് ലേബർ സ്റ്റാഫുകളുടെ ആ ഒരു മാനേജ്മെന്റുകള്, പ്രസവാനന്തര കെയർ അവർക്കുള്ള ഒരു പരിചരണം, അതുപോലെ തന്നെ ശിശു സംരക്ഷണം തുടങ്ങിയവയൊക്കെ ഈ പ്രോട്ടോകോൾസിൽ ഉൾപ്പെടുന്നവയാണ്. ഇതാണ് രണ്ട് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ആ പോയിന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത് അഡ്മിനിസ്ട്രേഷൻ നയങ്ങളും അതുപോലെ തന്നെ എന്താണ് മീൻസ് അവരുടെ ഒരു ആ പ്രൊഫഷണലിന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും അല്ലെ. അതുപോലെ തന്നെ അഡ്മിഷന്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ് ട്രാഫിക് കൺട്രോൾസ് ചെയ്യുന്നത്, വാർഡ് എങ്ങനെയൊക്കെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം. ഇനി ഒരു ദുരന്തം വരികയാണ്, ഇപ്പൊ ഫ്ലഡും മറ്റും ദുരന്തങ്ങളൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നമ്മൾ അതിനെതിരായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞു ഇൻപേഷ്യന്റിന് കെയർ കൊടുക്കുക. അതായത് ഹോസ്പിറ്റൽ ഓൾറെഡി ഉള്ള അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് കൂടുതൽ കെയറും കാര്യങ്ങളും കൊടുക്കുക. അതുപോലെ തന്നെ പ്രസവാനന്തര കെയർ കൊടുക്കുക, അല്ലെങ്കിൽ നവജാത ശിശുക്കളുടെ പരിചരണം അവർക്കും എക്സ്ട്രാ കെയറും കാര്യങ്ങൾ കൊടുക്കുക. ആ രണ്ടും ഇച്ചിരി പോയിന്റ് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ഓക്കെ, labor table is one of the crucial tools and equipment
യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം. നമ്മൾ പറഞ്ഞു, നമ്മൾ ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ലേബർ റൂമിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അല്ലെ. അപ്പൊ നിങ്ങള് ലേബർ റൂമിലെ മീൻസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പേര് പറഞ്ഞായിരുന്നു. അവിടുത്തെ ടേബിൾ മീൻസ് ഒരു എന്താ പറയാ ബെഡ് എന്തൊക്കെ ഒരു വ്യത്യസ്ത ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടെന്ന് ഇല്ലേ, പറഞ്ഞായിരുന്നോ? ലേബർ ടേബിൾ അല്ലെ. അപ്പൊ ഈ ലേബർ ടേബിൾ എന്ന് പറഞ്ഞാല് ഒരു ഡെലിവറി റൂമിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ എക്യുപ്മെന്റ് ആണ്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. Labor table is one of the crucial tools or equipment used in the delivery room. Delivery roomല് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ് ലേബർ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോ ഈ ലേബർ ടേബിൾ നമ്മൾ പറഞ്ഞു ആ ഒരു മീൻസ് ആ ഒരു കട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ ലേബർ റൂമിനുള്ളിൽ നമ്മൾ കാണുന്ന കുറച്ച് എക്യുപ്മെന്റ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്, എങ്കിലും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റേഡിയന്റ് വാർമർ. എന്താ റേഡിയന്റ് വാർമർ? റേഡിയന്റ് വാർമർ എന്താണ്? റേഡിയന്റ് വാർമർ അറിയാവുന്നതൊന്ന് പറയണേ. നിങ്ങളൊന്ന് വാങ്ങിച്ചു നോക്കാം കേട്ടോ, പെട്ടെന്ന് ഇപ്പൊ എടുത്ത് എത്ര ഒന്ന് ഓക്കെ. അപ്പോ ഫസ്റ്റ് വൺ റേഡിയന്റ് വാർമർ അല്ലെ. അപ്പോ എന്താണ് റേഡിയന്റ് വാർമർ? ശരീരം ചൂട് പിടിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലെ. അതായത് കുഞ്ഞുങ്ങളുടെ ആ ഒരു താപനില അല്ലെ, നമ്മൾ ചൂട് കിട്ടാനായിട്ട് ഒരു ഇതിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കുഞ്ഞുങ്ങളെ നമ്മളെ ജനിച്ചിടനെ തന്നെ കുഞ്ഞുങ്ങളാ നമ്മളൊരു ചൂട് കിട്ടുന്ന ഒരു എക്യുപ്മെന്റ് ഒരു സംഭവം ഉണ്ട് അല്ലെ, ഒരു ചെറിയൊരു ടേബിൾ പോലത്തെ അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ റേഡിയന്റ് വാർമർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു കുഞ്ഞിന്റെ ശരീര താപനില നിലനിർത്താൻ പറ്റുന്ന ഒരു ഉപകരണമാണ് റേഡിയന്റ് വാർമർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ സ്റ്റെറിലൈസേഴ്സ്, അതായത് അണുവിമുക്തമാക്കുന്ന സ്റ്റെറിലൈസേഴ്സ് ചെയ്യുന്ന ആ ഒരു ഏരിയകള്. ഫോയിറ്റൽ ഡോപ്ലർ. എന്താ ഫോയിറ്റൽ ഡോപ്ലർ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഒരു ഉപകരണം അല്ലെ, ഫോയിറ്റൽ ഡോപ്ലർ. എന്തായിരുന്നു ഡോപ്ലർ ലേബർ റൂമിലെ ഉപയോഗിക്കുന്നത്? അറിയാമോ? അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണ്ടേ. ഫോയിറ്റൽ ഡോപ്ലർ. ഫോയിറ്റൽ ഡോപ്ലർ
ഹാർട്ട് ബീറ്റ് അല്ലെ? നമ്മൾ പറഞ്ഞു നമ്മള് ലേബർ റൂമിൽ കിടക്കുമ്പോ അതുപോലെ തന്നെ എന്താണ് ഇടയ്ക്ക് വന്നിട്ട് ഹാർട്ട് ബീറ്റ്സ് ചെക്ക് ചെയ്ത് അല്ലെ? അപ്പൊ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്ന ആ ഒരു എക്യുപ്മെന്റിനെയാണ് നമ്മൾ ഫോയിറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത്. ഫോയിറ്റൽ ടോക്കോകാർഡിയോഗ്രാഫ് എന്ന ഫോയിറ്റൽ ടോക്കോകാർഡിയോഗ്രാഫ് നമ്മൾ ഇങ്ങനെ കുഞ്ഞിന്റെ ആ ഒരു ഹാർട്ട് ബീറ്റ്സ് നോക്കുന്നതിന് ഒരു ഗ്രാഫിന്റെ രൂപത്തിൽ വരുന്നതിനെയാണ് ആ ഒരു എക്യുപ്മെന്റിനെയാണ് ഫോയിറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്ക് പിക്ചർ കാണിച്ചു തരാം, പേടിക്കണ്ട. ഓക്കെ, ഓക്കെ, പിക്ചർ ക്ലിയർ ആണോ? പിക്ചർ കാണുന്നുണ്ടോ എല്ലാവരും? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് വൺ പറഞ്ഞതാണ് റേഡിയന്റ് വാർമർ അല്ലെ? ഇതാണ് നമ്മള് റേഡിയന്റ് വാർമർ, അതായത് കുഞ്ഞിന്റെ ശരീര താപനില മീൻസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് റേഡിയന്റ് വാർമർ. കണ്ടോ? ഇനി ഇത് ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ഇവിടെയാണ് നമ്മൾ കുഞ്ഞിനെ കിടത്തുന്നത് അല്ലെ? അപ്പൊ ആ ഒരു അതിന്റെ ഒരു റേഡിയേഷൻ മീൻസ് ആ ഒരു ശരീര മീൻസ് ആ ഒരു താപനില ലഭിക്കും കുഞ്ഞിന്. അപ്പൊ ആ കറക്റ്റ് ആ ഒരു താപനില ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു റേഡിയന്റ് വാർമർ ആ ബോഡിയിൽ ആവശ്യത്തിനുള്ള ടെമ്പറേച്ചർ കുഞ്ഞിന് ലഭിക്കുന്നു. ഇതിനുള്ളിൽ കിടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി എപ്പോഴും ഡെലിവറി കഴിഞ്ഞിട്ട് ചില കുഞ്ഞുങ്ങൾ അങ്ങനെ റേഡിയന്റ് വാർമറിൽ കിടത്താറുണ്ട് അല്ലെ? മിക്ക ഹോസ്പിറ്റലിലും ഇതിനുള്ള അവൈലബിൾ ഈ ഒരു എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ റേഡിയന്റ് വാർമർ ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. ദെൻ സ്റ്റെറിലൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് എക്സ്ട്രാ കാണിക്കണമൊന്നുമില്ല. നമ്മളൊരു ലേബർ റൂം എന്ന് പറഞ്ഞത്, ഇത് ലേബർ റൂം മീൻസ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് ഒരു ഏകദേശം ഒരു ലേബർ റൂം എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ അത്യാവശ്യം മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. AC ആണ്, AC പടമൊക്കെ കണ്ടോ ഇതില്? AC കണ്ടോ? ഓക്കെ, അപ്പൊ സെൻട്രലൈസ്ഡ് AC ആയിരിക്കും. അത്യാവശ്യം വേണ്ടുന്ന മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അവിടുത്തെ ബെഡ് അല്ലെ, കട്ടില് മീൻസ് ഒത്തിരി വ്യത്യാസം ഉണ്ട് അല്ലെ? സ്ട്രക്ചറബിൾ ആണ് അല്ലെ? അത്യാവശ്യം ഹൈറ്റും അതിൽ തന്നെ കുറെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉള്ള ഒരു കട്ടിലാണ് അല്ലെ? അതുപോലെ തന്നെ എന്താണ് ബാക്കി വരുന്ന എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. മോണിറ്ററിങ്ങും എക്യുപ്മെന്റ്സും മെഡിസിൻസ് സെറ്റുകളിലൊക്കെ വെച്ചിരുന്നതാണ് ഇത്. കണ്ടോ, ഇതാണ് നമ്മൾ എന്താ ട്രോളി ബേ പറഞ്ഞില്ലേ? ട്രോളി ബേ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ പറഞ്ഞത്? കഴിഞ്ഞ ഒരു ക്ലാസ്സില് ട്രോളി ബേ പറഞ്ഞില്ലേ? ട്രോളി ബേ ആണ് കേട്ടോ ഈ കാണുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് അപ്പൊ ഒരു ലേബർ റൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ലേബർ റൂം ആണ് കേട്ടോ, അതിന്റെ പിക്ചർ ആണ്. ഈ ലേബർ റൂമിൽ കയറാത്തവർക്കൊന്ന് ലേബർ റൂം കാണണ്ടേ? ഇതാണ് നമ്മൾ പറഞ്ഞത് ബേബി ഡോപ്ലർ എന്ന് പറയുന്നത് അല്ലെ? അതായത് ബേബിയുടെ കുഞ്ഞിന്റെ ഹൃദയമെടുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെ, അതായത് ആ ഒരു നമ്മൾ പ്രഗ്നന്റ് വുമണിന്റെ ആ ഒരു സ്tomachൽ ആ ഒരു വാലിന്റെ അവിടെ ആയിട്ട് ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ നോക്കും അല്ലെ? അപ്പൊ ഇതിൽ കറക്റ്റ് ആ ഒരു ഹൃദയമെടുപ്പ് കാണിക്കും. കറക്റ്റ് അത് എത്രയോളം ഹൃദയമെടുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു റേറ്റ് ഈ ഒരു മെഷീനിൽ കാണിക്കും. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും അല്ലെ? അതായത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാലോ. ഈ ഒരു മീൻസ് ലേബർ റൂമിൽ കിടക്കുമ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്യും അല്ലെ? ബേബിയുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്. കണ്ടോ, ജസ്റ്റ് ഇതുപോലെ എത്രയാണോ ഹാർട്ട് ബീറ്റ് വരുന്നത് അതനുസരിച്ചിട്ട് അവിടെ ചെക്ക് ചെയ്തിട്ട് കാണിക്കും. ദെൻ നമ്മൾ തേർഡ് ലാസ്റ്റ് വൺ പറഞ്ഞില്ലേ, ഫോയിറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ്, അതായത് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് ഒരു ഗ്രാഫ് മുഖേന ആ ഒരു ഗ്രാഫിന്റെ രൂപത്തിൽ വന്നു കിട്ടുന്നതിനെയാണ് നമ്മൾ ഈ ഒരു എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്. കണ്ടോ, അത് എത്രയാണോ ഹാർട്ട് ബീറ്റ് അതൊരു ഗ്രാഫ് രൂപേണ നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, അപ്പൊ എക്യുപ്മെന്റ്സ് ഒക്കെ ഓക്കെ ആയോ? ക്ലിയർ ആയോ? ഇപ്പൊ ഏകദേശം ഒരു പിക്ചറും കൂടി കണ്ടു കഴിഞ്ഞപ്പോ ഒരു ഏകദേശം എക്യുപ്മെന്റ്സിനെ കുറിച്ച് അല്ലെ? ഇപ്പൊ ഒത്തിരി അറിയാത്തവരാണെങ്കിൽ ഈ എക്യുപ്മെന്റ്സ് കണ്ടപ്പോ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, സ്ക്രീൻ ക്ലിയർ ആണോ? സ്ക്രീൻ കാണുന്നുണ്ടോ?
ഓക്കെ ഓക്കെ. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഓക്കെ. ഓക്കെ, അപ്പോ ഒരു ലേബർ റൂമില്ല മെയിൻ ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ് റേഡിയോഗ്രാമർ, സ്റ്റെറിലൈസേഴ്സ് ആൻഡ് ഫോയിറ്റൽ ഡോപ്ലർ, ഫോയിറ്റൽ ടോപ്പോ കാർഡിയോഗ്രാഫ്. ഓക്കെ, ക്ലിയർ ആയോ? ഞാനൊരു ചെറിയ നോട്ട് തരാം ഈ ക്ലാസ്സിന് ശേഷം. ഈ ഒരു എക്യുപ്മെന്റ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയ നോട്ട് തരാം കേട്ടോ. പേടിക്കണ്ട, ചെറിയൊരു നോട്ട് തരാം. നമുക്ക് കൂടുതൽ പഠിക്കാനൊന്നും ഇല്ല, എങ്കിലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു നോട്ട് പോലെ തരാം. To be cleaned, set aside, and dried after each use. All labor room equipment must be in good functioning order and be prepared for usage according to staff. അല്ലെ, അതായത് നമ്മൾ പറഞ്ഞു എന്താ, അതായത് ഈ നമ്മളിപ്പോ എല്ലാ ഉപകരണങ്ങളും, ഇപ്പൊ കുറെ ഉപകരണങ്ങൾ നമ്മൾ കണ്ടില്ലേ, നമ്മൾ ലേബർ റൂമിലെ ഉപകരണങ്ങൾ പഠിച്ചു അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ അതുമായിട്ടുള്ള അനുബന്ധ ഉപകരണങ്ങൾ ഉണ്ടാവും. അപ്പോ ഈ അനുബന്ധ ഉപകരണങ്ങളും ഓരോ ഉപയോഗത്തിന് ശേഷവും വൃത്തിയായിട്ട് വേണം മാറ്റിവെക്കാൻ, സെറ്റ് അസൈഡ് അല്ലെ. അതായത് ഓരോ ഉപകരണങ്ങളും വൃത്തിയായിട്ട് ഉപയോഗിച്ചതിന് ശേഷം അത് ക്ലീൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, മാറ്റിവെക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഡ്രൈഡ് ആയിരിക്കണം. ഇങ്ങനെ നനവൊന്നും ഈർപ്പൊന്നും വരാത്ത രീതിയിൽ ഡ്രൈഡ് ആയിട്ട് ഉണക്കി തന്നെ ആയിരിക്കണം ഈ ഒരു എക്യുപ്മെന്റ്സ് നമ്മൾ ഉപയോഗിച്ച് സൂക്ഷിക്കേണ്ടത്. ഓൾ ലേബർ റൂം എക്യുപ്മെന്റ് മസ്റ്റ് ബി ഗുഡ് ഫങ്ഷനിങ് ഓർഡർ ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ യൂസേജ് അക്കോർഡിംഗ് ടു സ്റ്റാഫ് അല്ലെ. എല്ലാ ലേബർ റൂം ഉപകരണങ്ങളും പ്രവർത്തന ക്രമത്തിലായിരിക്കണം അല്ലെ, അതായത് ഗുഡ് കണ്ടീഷനിങ് ആയിരിക്കണം അത്. ദെൻ കൂടാതെ ജീവനക്കാർക്ക് അതനുസരിച്ചിട്ട് അവർക്ക് അതിനുള്ള ഉപയോഗത്തിനും തയ്യാറായിരിക്കണം. അതായത് ഇതുപോലെ ഇപ്പോൾ ചിലപ്പോൾ ബാറ്ററി ചാർജ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ബാറ്ററി ഒക്കെ ഫുൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, മെഷർമെന്റ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. മെഷർമെന്റ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. മെഷർമെന്റ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? സുരക്ഷ നിലനിർത്താനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, സുരക്ഷ നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഒരു പോയിന്റ് ആണ് കേട്ടോ, പോയിന്റ് മാത്രം പഠിച്ചാൽ മതി, വേറെ എക്സ്ട്രാ ഒന്നും പഠിക്കില്ല, പോയിന്റ് മാത്രം നോക്കാം. സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ മസ്റ്റ് ബി ഫോളോഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്. സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ മസ്റ്റ് ബി ഫോളോഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്. അപ്പോ ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ അല്ലെ. അതായത് എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന്. മെഡിക്കൽ സ്റ്റാഫുകൾ എന്ത് ചെയ്യാം? സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിക്കുക. അതുപോലെ സെക്കൻഡ് വൺ, പീരിയോഡിക് ഇൻ സർവീസ് ആൻഡ് ട്രെയിനിങ് സെക്ഷൻ ഓൺ ഇൻഫെക്ഷൻ കൺട്രോൾ ടു ബി ഹെൽഡ്. എന്താ പറയുന്നത്?
അതായത് പരിശീലനവും അണുബാധ നിയന്ത്രണവും ഒക്കെ തടയണമെന്ന്. അപ്പൊ അവർക്ക് വേണ്ടത്ര ട്രെയിനിങ്ങും സ്റ്റാഫുകൾക്ക് ഇനി ഇൻഫെക്ഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് തടയണം. അതായത് ഇൻഫെക്ഷൻസും മറ്റും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇപ്പൊ മാസ്ക് ധരിക്കുക, ഗ്ലൗസ് ഇടല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. Then മൂന്നാമത്തെ പോയിന്റ്, the clothing form should be sanitary and clean. അല്ലെ, നമ്മൾ അവിടെ ധരിക്കുന്ന വസ്ത്രങ്ങൾ സാനിറ്ററി ചെയ്തതും അല്ലെങ്കിൽ വെൽ ക്ലീൻഡ് ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കണം ധരിക്കേണ്ടത്. അല്ലെ, നമ്മൾക്കറിയാം നമ്മൾ ലേബർ റൂമിലൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇട്ടാണോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്? ആണോ? നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇട്ട് തന്നെയാണോ ലേബർ റൂമിലും അല്ലെങ്കിൽ ഓപ്പറേഷൻ റൂമിലൊക്കെ? അല്ല, അല്ലെ, വ്യത്യസ്തമുണ്ട്. എന്താണ് അവിടുത്തെ ആ ഡ്രസ്സിന്റെ പ്രത്യേകത? എങ്ങനെയാണ് ആ ഡ്രസ്സ്? വൺ ടൈം യൂസ് അല്ലേ? ഒരാൾ ഇട്ടിരുന്ന ആ ഡ്രസ്സ് തന്നെ അടുത്ത ഓപ്പറേഷൻ വരുമ്പോ അടുത്ത ആൾക്ക് ദൂരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആണോ? പറയൂ, എങ്ങനെയാണ്? ഒരാൾ ഇട്ടത് തന്നെയാണോ അടുത്ത ആൾക്ക് കൊടുക്കുന്നത്? എല്ലാവർക്കും സെയിം ഡ്രസ്സാണ്, ഓക്കെ. എങ്കിലും ഒരാൾ യൂസ് ചെയ്ത ഡ്രസ് ഡിസ്പോസബിൾ ടു അല്ലെ, അത് വൺ ടൈം യൂസ് ആണ്. ഒരാൾക്ക് ഒരു വട്ടം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. പിന്നെ അതിന്റെ ആ മെറ്റീരിയൽ എങ്ങനത്തെ ആയിരിക്കും? ഭയങ്കര ചാക്ക് പോലത്തെ കട്ടിയുള്ള ടൈപ്പ് ആണോ ഡ്രസ്സ്? എങ്ങനെയായിരിക്കും? ഡിസ്പോസബിൾ ഗൗൺസ് ആണ്, ഓക്കെ. പിന്നെ ഒട്ടും കട്ടിയില്ല, വളരെ ട്രാൻസ്പെറന്റ് പോലെ ഇരിക്കും ഇല്ലേ? ബാക്ക് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും, ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, ബാക്ക് ഓപ്പൺ ആയിരിക്കും എപ്പോഴും അല്ലെ? ട്രാൻസ്പെറന്റ് പോലത്തെ ഒരു ഡ്രസ്സൊക്കെ ആയിരിക്കും. അപ്പൊ അത് സാനിറ്റൈസും ആയിരിക്കണം, അതുപോലെ വെൽ ക്ലീനഡ് ആയിരിക്കണം. Then PPE has to be accessible അല്ലെ? അതായത് PPP എന്ന് വെച്ചാൽ എന്താ അറിയാമോ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എക്സാമിന് ചോദിക്കും PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. അതെല്ലാം ആക്സസിബിൾ ആയിട്ടുള്ളതായിരിക്കണം. പ്രവർത്തനം മീൻസ് അതൊരു പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ആക്സസിബിൾ പേഴ്സണൽ എക്യുപ്മെന്റ്സ് ഒക്കെ ആയിരിക്കണം. Then training for employees on general and particular practice. അതായത് പൊതുവായതും ജനറൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള രീതികൾക്ക് അവർക്ക് പരിശീലനം, പ്രത്യേക പ്രാക്ടീസ് സ്റ്റാഫുകൾക്ക് നൽകണം. Then infection patients should be admitted in accordance with the hospital protocols. ഇനി ഇതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ച് വേണം അഡ്മിറ്റ് ചെയ്യാൻ. നമുക്കറിയാം നമ്മള് കോവിഡിന്റെ ആ ഒരു കാലഘട്ടത്തില് അല്ലെ, കോവിഡിന്റെ ടൈമില് ഇപ്പോ എന്താണ് നിപ്പ എന്ന് പറഞ്ഞൊരു വൈറസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ വരുന്ന പേഷ്യൻസിന് പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ടല്ല ഹോസ്പിറ്റലില് നോർമലി ഒരു പേഷ്യൻസ് വന്നിരിക്കുന്നത് പോലെ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണോ അവർക്ക് കൊടുക്കുന്നത്? ആണോ? നമ്മളുടെ സേഫും അല്ലെങ്കിൽ സ്റ്റാഫിന്റെ സേഫും സുരക്ഷയും പിന്നെ മറ്റു വ്യക്തി ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കും. അതുപോലെ തന്നെ എന്താണ് വളരെയധികം പ്രോട്ടോകോൾസ് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരുന്ന തരത്തിലുള്ള അസുഖങ്ങൾ വരുന്ന പേഷ്യൻസ് നമ്മൾ നോക്കുന്നത് അല്ലെ. ഗ്ലൗസ് ഇടും, പിന്നെ എന്താണ് ഗ്ലൗസിന് പുറമെ ആ ഡ്രസ്സിന് പുറമെ നിങ്ങൾ ഓർക്കണില്ലേ കോവിഡ് വന്നൊരു ടൈമില് എങ്ങനെയായിരുന്നു വളരെ ഇതായിട്ടുള്ള ഒരു ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ സ്റ്റാഫുകൾ ധരിച്ചിരുന്നത്? ഓർമ്മയുണ്ടോ? ഫേസ് ഷീൽഡ്, മാസ്ക് അല്ലെ, അങ്ങനെ. അതുകൂടാതെ തന്നെ ഡ്രസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഭയങ്കര ഒരു എന്താ പറയാ ഒരു വൈറ്റ് കളറിലോ മീൻസ് ഫുൾ കവർ ചെയ്തിട്ടുള്ള അല്ലെ, അത്രയും രീതിയിലുള്ള PPE കിറ്റ്. ഓക്കെ അതെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഓരോരുത്തർ ഓരോ എക്സാമ്പിൾ പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ അതിനുള്ള പ്രോട്ടോകോൾസ് ഒക്കെ അനുസരിച്ചിട്ട് വേണം പേഷ്യന്റിനെ എന്ത് ചെയ്യാൻ അഡ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോ PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഒന്ന് എഴുതി വെക്കുക, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പർട്ടിക്കുലർ പ്രാക്ടീസ്. ട്രെയിനിങ് ഫോർ എംപ്ലോയി പൊതുവായിട്ടുള്ളത്, സോറി നമ്മൾ പറഞ്ഞല്ലേ അത്. ഇനി all fitting clothing tools and waste needed to be treated as contaminated and handled carefully അല്ലെ. all fitting clothing അല്ലെ, അതായത് എന്താ പറഞ്ഞത്, അനുയോജ്യമായിട്ടുള്ള തരത്തിലുള്ള വസ്ത്രങ്ങളും ഉപകരണങ്ങളും ഉപയോഗിക്കുക. അതുപോലെ തന്നെ വേസ്റ്റ് നീഡഡ് ടു ബി ട്രീറ്റഡ്, അതായത് വേസ്റ്റ് മലിനമായിട്ടുള്ള ആ ഒരു വേസ്റ്റുകൾ അത് കറക്റ്റ് എപ്പോഴാണോ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് പോലെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. നമ്മൾ പറഞ്ഞു ഒരു ലേബർ റൂമിലെ സ്റ്റാഫിന് പുറമെ ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലെ. ലേബർ റൂമിൽ കയറിയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും
ഒരു ക്ലീനിങ് സ്റ്റാഫ് അതിന്റെ ഉള്ളിൽ ഓൾറെഡി എപ്പോഴും ഉണ്ടാവും ഇല്ലേ? കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ക്ലീനിങ് സ്റ്റാഫ്? ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ ഈ ക്ലീനിങ് സ്റ്റാഫ് അപ്പൊ അവിടെ വരുന്ന ഈ വേസ്റ്റുകളും മറ്റും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ക്ലീനിങ് സ്റ്റാഫ് ആയിരിക്കും. Then instruments and other supplies are cleaned, sterilized and processed. അല്ലെ? ഇനി മറ്റു ഉപകരണങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം? ക്ലീനഡ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? ക്ലീനഡ് ആയിരിക്കണം, സ്റ്റെറിലൈസ്ഡ് ചെയ്തിട്ടുള്ളതായിരിക്കണം, അത് പ്രോസസ്സിന് പറ്റിയ ഉപകരണങ്ങൾ ആയിരിക്കണം. Then patients should be provided with sterile robes. എന്താ? Patients should be provided with sterile robes. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങളാണ് പേഷ്യൻസിന് നൽകേണ്ടതെന്ന്. മീൻസ് അതുപോലും സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള വസ്ത്രങ്ങളാണ് നമുക്ക് ധരിക്കാനായിട്ട് തരുന്നത്. Last one, an evaluation of an employee's health is crucial. അതായത് ഒരു ജീവനക്കാരന്റെ ആരോഗ്യം കൂടി അല്ലെങ്കിൽ ആരോഗ്യം വിലയിരുത്തുന്നത് നിർണായകമാണ് അല്ലെ? ഇപ്പൊ ഇതുപോലെ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മള് സ്റ്റാഫുകളും അതിനുള്ള എന്താ പറയാ കുറച്ച് അതിനുള്ള മീൻസ് ഇതിനു വേണ്ട പ്രൊട്ടക്ഷൻ നമുക്കും എടുക്കണം, സ്റ്റാഫുകൾക്കും. മീൻസ് എന്തെങ്കിലും ഇപ്പൊ കോവിഡ് അങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ള ഈ PPE കിറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം, പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുക. ഓക്കെ, ഇത്രയുമാണ് ഈ പോയിന്റ്സിൽ വരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട്ബുക്ക് എടുക്കണേ. നോട്ട്ബുക്ക് എടുക്കാം. എക്യുപ്മെന്റ്സിന്റെ ചെറിയൊരു കുഞ്ഞു നോട്ട് എഴുതാനുണ്ട്, ഒന്ന് എടുക്കുക കേട്ടോ, പെട്ടെന്ന് എടുക്കുക നോട്ട്ബുക്ക്. നോട്ട്ബുക്കും പെന്നും എടുക്കാം. ചെറിയൊരു കുഞ്ഞു നോട്ടാണ്, വലിയ പാടൊന്നും ഇല്ല. എക്യുപ്മെന്റ്സ് നമ്മൾ നേരത്തെ പിക്ചർ കണ്ടില്ല, എക്യുപ്മെന്റ്സിന്റെ ചെറിയൊരു ഷോർട്ട് നോട്ട് പോലെ എഴുതാം. എടുത്തോ? എഴുതിക്കോളൂ. റേഡിയന്റ് വാർമർ. ഫസ്റ്റ് വൺ റേഡിയന്റ് വാർമർ. റേഡിയന്റ് വാർമർ എഴുതാം. റേഡിയന്റ് വാർമർ എഴുതിയോ? എഴുതിക്കോളൂ. റേഡിയന്റ് വാർമർ. A body warming device. A body warming device. A body warming device. A body warming device to provide a body warming device to provide heat to the body. Heat to the body. അതായത് ശരീര താപനില ഉയർത്താൻ, നമ്മുടെ ശരീര താപനിലയെ അവർ ഹീറ്റ് നൽകുന്നത്. ഒന്നുകൂടി പറയണോ? റിപ്പീറ്റ് ചെയ്യണോ? റേഡിയന്റ് വാർമർ, a body warming device to provide heat to the body. കംപ്ലീറ്റ് ആയോ? ഓക്കെ. സെക്കൻഡ് വൺ എഴുതിക്കോളൂ. സ്റ്റെറിലൈസർ എഴുതേണ്ട കാര്യമില്ല, കാരണം സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു സംഭവം നിങ്ങൾക്ക് അറിയാലോ, അണുവിമുക്തമാക്കുക എന്നുള്ളത്. Then Foitel Doppler.
പോയിന്റൽ ഡോപ്ലർ. അടുത്തത് എഴുതിക്കോളൂ, പോയിന്റൽ ഡോപ്ലർ. പോയിന്റൽ ഡോപ്ലർ. പോയിന്റൽ ഡോപ്ലർ എഴുതിക്കോളൂ. ടു മോണിറ്റർ, ടു മോണിറ്റർ to monitor fetal heart rate. Fetal, F-E-T-A-L, fetal. To monitor fetal heart rate. To monitor fetal heart rate. Starting from 10 to 12 week. 10 മുതൽ 12 വരെ ആഴ്ച വരുന്ന ആ ടൈമിലാണ് നമ്മൾ പോയിന്റൽ ഡോപ്ലർ വെച്ചിട്ട് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്യണോ? എഴുതിയോ? കഴിഞ്ഞ എല്ലാവരുടെയും എഴുതിയോ? ഓക്കെ, കംപ്ലീറ്റ് ആയോ? നെക്സ്റ്റ് വൺ എഴുതിക്കോളൂ. പോയിന്റൽ ടോക്കോകാർഡിയോഗ്രാഫ് കേട്ടോ. ഒന്നുകൂടി പറയാം കേട്ടോ. പോയിന്റൽ ഡോപ്ലർ ഒന്നുകൂടി പറയാം. ടു മോണിറ്റർ fetal heart rate starting from 10 to 12 week. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എഴുതാം. പോയിന്റൽ ടോക്കോകാർഡിയോഗ്രാഫ്. പോയിന്റൽ ടോക്കോകാർഡിയോഗ്രാഫ്. Pointal tochocardiograph. Pointal tochocardiograph എഴുതിക്കോളൂ. Used to a monitor. Used to a monitor. Used to a monitor. Used to a monitor. A baby's heart rate. A baby's heart rate. നിങ്ങൾ കംപ്ലീറ്റ് ആവാത്തവര് ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളവരൊന്ന് എഴുതാൻ കഴിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നോട്ട്. ഓക്കെ, പോയിന്റൽ ടോക്കോകാർഡിയോഗ്രാഫ് ആണ് പറയുന്നത്. യൂസ്ഡ് ടു എ മോണിറ്റർ. Used to a monitor a baby's heart rate. A baby's heart rate and monitors contraction during labor. Contraction ഉണ്ടാവില്ലേ ആ ഒരു പെയിൻ വരുന്ന ആ ഒരു ടൈമില്? Contraction during labor. ഒന്നുകൂടി പറയണോ? ലാസ്റ്റ് വൺ ഒന്നുകൂടി പറയാം. പോയിന്റൽ ടോക്കോഗ്രാഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ? യൂസ്ഡ് ടു എ മോണിറ്റർ എ ബേബീസ് ഹാർട്ട് റേറ്റ് ആൻഡ് എ മോണിറ്റേഴ്സ് കൺട്രാക്ഷൻസ് ഡ്യൂറിംഗ് ലേബർ. കംപ്ലീറ്റ് ആവാത്തവര് നെക്സ്റ്റ് ഇനി ഒന്ന് നോക്കണേ. ഒന്ന് നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കംപ്ലീറ്റ് ആയവര് നിങ്ങളുടെ ഫ്രണ്ട്സിന് നോട്ട് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, then measure to maintain safety വരെ നോക്കി. നെക്സ്റ്റ് ഒരു കുറച്ച് കുഞ്ഞു പോയിന്റ് കൂടി ഉണ്ട്, നമുക്ക് അതുവരെയും കൂടി ഒന്ന് നോക്കാനുണ്ട് കേട്ടോ. ഇത് കൂടി ഒന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം അല്ലെ. അപ്പൊ നമ്മള് ഒരു ലേബർ റൂമിൽ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഒരു ലേബർ റൂമിൽ എടുക്കേണ്ട മുൻകരുതലുകളെയാണ് നമ്മൾ ഇനി നോക്കുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ ഹാൻഡ് വാഷിംഗ് അല്ലെ. അതായത്
എപ്പോഴും കൈയും ഇതൊക്കെ എന്ത് ചെയ്യണം, വാഷ് ചെയ്യുക. Then second one, wearing protective clothing. പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്തിങ് തന്നെ ധരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. Then proper disposal of biomedical waste. അല്ലെ, അതായത് ആ ഒരു ലേബർ റൂമിൽ വരുന്ന ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഡിസ്പോസൽ ചെയ്യുക. ബയോമെഡിക്കൽ വേസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ വരുന്നുണ്ട്, ഇല്ലേ? കണ്ടായിരുന്നോ? ചാപ്റ്ററുകളുടെ പേരൊക്കെ നോക്കിയിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ, അപ്പോ സ്പില്ലേജ് വേസ്റ്റിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതായത് വേസ്റ്റുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ ഡിസ്പോസൽ ചെയ്യുക. പ്രോപ്പർ ഹാൻഡിലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ്, അല്ലെ? കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും, അല്ലെ? അപ്പോ എക്യുപ്മെന്റ്സുകളൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ പ്രോപ്പർ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് ഓഫ് ഐറ്റംസ് യൂസ്ഡ്, അല്ലെ? അതായത് എന്താണ്, ഉപയോഗിച്ച വസ്തുക്കളുടെ മീൻസ് ഡിസ്ഇൻഫെക്ടിങ്, സ്റ്റെറിലൈസ് അണുവിമുക്തമാക്കലും, അതുപോലെ തന്നെ എന്താണ്, അണുവിമുക്തമാക്കലും. ചില വസ്തുക്കൾ വൺ ടൈം യൂസ് ആണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഇപ്പൊ ഡ്രസ്സ്, അങ്ങനെയുള്ള സിറഞ്ചസ് അതൊക്കെ വൺ ടൈം യൂസ് ആണല്ലോ. അപ്പൊ അതിനെല്ലാം മീൻസ് അത് കളയുകയും അടുത്തതിന് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് ആണെങ്കിൽ അത് സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കുകയും ചെയ്യുക. പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്, അല്ലെ? അതായത് എന്താണ്, നമ്മുടെ എക്യുപ്മെന്റ്സിനൊക്കെ ആ ഒരു നല്ലൊരു യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ യൂസ്ഡ് ആണോ എന്നൊക്കെ ഒന്ന് പ്രോസസ് ചെയ്യുക. മീൻസ് ഇപ്പോ എന്താ നമ്മൾ പറഞ്ഞത്, ഇപ്പോ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ അതൊക്കെ ബാറ്ററി ഫുൾ ആണോ, അങ്ങനെ പവർ ചാർജ് ഫുൾ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ആ ടൈമിൽ പോയിട്ട് ഇത് വർക്ക് ആണില്ലെങ്കിൽ അത് പ്രശ്നമാണ്, അല്ലെ? അപ്പൊ അതൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് ആണോ എന്നൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെക്കിങ് ചെയ്യുക. സസ്റ്റൈനിങ് എ ക്ലീൻ ആൻഡ് ആസ്പെറ്റിക് എൻവയോൺമെന്റ്, അല്ലെ? സസ്റ്റൈനിങ്, ആ പരിസരം ഒരു ക്ലീൻ ആയിരിക്കണം. അതുപോലെ ആസ്പെറ്റിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, രോഗവിമുക്ത എന്നൊക്കെ പറയില്ലേ, അതായത് അണുവിമുക്തമാക്കുക, അണുവിമുക്തമായിട്ടുള്ളൊരു ആ ഒരു എൻവയോൺമെന്റ് ആക്കുക. അതായത് ഇൻഫെക്ഷൻസും മറ്റും വരാതിരിക്കാൻ പ്രോപ്പർ എപ്പോഴും ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് ആ ഒരു ഏരിയ എപ്പോഴും ആയിരിക്കുക. അസ്പെറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗാണുവിമുക്തം, അണുവിമുക്തം എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. PPE എക്സാമിന് ചോദിക്കാറുണ്ട് എപ്പോഴും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മീൻസ് ആ ഒരു എന്താ പറയാ എക്യുപ്മെന്റ്സുകൾ പഠിച്ചില്ലേ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാറില്ല, എങ്കിലും അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു വൺ വേർഡിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കണേ. മെഷർ ടു മെയിൻറ്റെയിൻ സേഫ്റ്റി വായിക്കുക, അതുപോലെ തന്നെ പ്രിക്കോഷൻസും ഒന്ന് വായിച്ചു നോക്കുക. 5 മിനിറ്റ് സമയം തരാം, നിങ്ങളതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. വലിയ ബുദ്ധിമുട്ടില്ല, അത് അധികം എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. അതുകൊണ്ടാണ് ജസ്റ്റ് ആ പോയിന്റ് മാത്രം വായിച്ചു പോയത് കേട്ടോ. അറിയാത്തതൊക്കെ നിങ്ങൾ അതിന്റെ മീഡിയ ഒന്ന് PPE ഫുൾ ഫോം പറഞ്ഞില്ലേ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, എഴുതിയെടുത്തോളൂ. ഞാൻ നിങ്ങളോട് എഴുതാൻ പറയുന്നത് തന്നെ നിങ്ങൾ മാക്സിമം എഴുതിയെടുക്കണം കേട്ടോ. എഴുതാതെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നാളെ നിങ്ങൾ അതിന്റെ മീനിങ് അന്വേഷിച്ച് നടക്കും. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, പോയിന്റ് ഒക്കെ ഒന്ന് വായിക്കാട്ടോ. പോയിന്റ് ആയിട്ടാണ് മാക്സിമം ഷോർട്ട് ആക്കിയാണ് തന്നിരിക്കുന്നത്. എക്സ്പ്ലനേഷൻ ഒന്നും തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാം, അതനുസരിച്ചിട്ട് വേണം പഠിക്കാനും. ഓക്കെ,
സ്റ്റെറൈൽ റോബ്സ് എന്ന് പറഞ്ഞാല് അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങൾ നൽകുക എന്നുള്ളതാണ് കേട്ടോ. വസ്ത്രങ്ങളില്ലേ നമ്മൾ പറഞ്ഞില്ല, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വസ്ത്രങ്ങള്, അങ്ങനെയുള്ള വസ്ത്രങ്ങൾ നൽകുക. പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച വസ്തുക്കളുടെ, അതായത് ഉപയോഗിച്ച സംഭവങ്ങളില്ലേ അതിന്റെയൊക്കെ പ്രോസസ്സിംഗ് ആണ്. ഇപ്പൊ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നമ്മൾ ശേഷം കളയുക എന്ന് പറഞ്ഞില്ലേ, അതിനെയാണ് ഈ പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അസ്പെക്ടിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ രോഗവിമുക്തമായിട്ടുള്ള, രോഗാണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് അറിയില്ലാത്തത് നിങ്ങൾ അതിന്റെ സൈഡില് മലയാളത്തില് മീൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയിട്ടോളൂ. കംപ്ലീറ്റ് വായിക്കാം കേട്ടോ. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. നിങ്ങൾക്ക് അത്യാവശ്യം ആ ലേബർ റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ പ്രോട്ടോകോൾസ് ഒക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടില്ല. ഇതൊരു ഒരു ക്ലാസ്സോട് കൂടി ഒരു ചാപ്റ്റർ കഴിയും. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ലല്ലോ. അത്യാവശ്യം ഒരു എന്താ ഒരു ലേബർ റൂം എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടണം. ഓക്കെ, മെയിൻറ്റെയിൻ സേഫ്റ്റിയിൽ നോക്കിയേ. ഇൻഫെക്ഷൻ പേഷ്യന്റ് ഷുഡ് ബി അഡ്മിറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ്. അതായത് എന്താണ്, ആശുപത്രിയിലെ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട് വേണം ഇൻഫെക്ഷൻസ് ആയിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കൊറോണ ഒക്കെ വരുന്ന ടൈമിൽ ആ ഒരു കോവിഡ് പേഷ്യൻസിന് നമ്മൾ അഡ്മിറ്റ് ചെയ്തത് എങ്ങനെയാണ്, ഐസൊലേറ്റഡ് ഏരിയ ആണ്. അതുപോലെ തന്നെ PPE കിറ്റ് ഒക്കെ ധരിച്ചുകൊണ്ടാണ് നമ്മള് അല്ലെ ആ ഒരു മീൻസ് സ്റ്റാഫുകൾ നിന്നിരുന്നതും അവർക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ കുറച്ച് എന്താ പറയാ പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ അഡ്മിറ്റഡ് ആക്കുന്നത്. Next one, all fitting clothes, tools and waste need to be treated, contaminated and handled carefully. അതുപോലെ തന്നെ എന്താ പറയുന്നത്, അനുയോജ്യമായിട്ടുള്ള വസ്ത്രങ്ങളും പിന്നെന്താണ് മാലിന്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനെയൊക്കെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം. അതായത് ഒരു ക്ലിനിക് സ്റ്റാഫ് ഉണ്ടാകും, അപ്പോ അങ്ങനെ മാലിന്യങ്ങളും മറ്റും വരികയാണെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, നീറ്റാക്കി ക്ലീൻ ചെയ്യുക. ഇനിയൊരു 3 പേജസോടും കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇനി. ഓക്കെ, ഇനി ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ആകും കേട്ടോ. വലിയ ബുദ്ധിമുട്ടില്ല. ഒരു ക്ലാസ് വല്ലതും മതിയാകും, വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങളപ്പോ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കാം. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. നമുക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതുപോലെ തന്നെ ചെറിയ പോയിന്റുകളായിട്ട് തന്നെ പഠിക്കാം. അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇത്രയും എടുക്കുന്നുള്ളൂ. ഇനി ഒരുപാട് എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. അത് ഒരുപാടായാലും നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോ ഇത്രയും എടുത്ത് അത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? പിക്ചറൊക്കെ കാണിച്ചപ്പോ കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിയോ? എക്യുപ്മെന്റ്സ് ഇനി ലേബർ റൂമിൽ കയറാത്തവർക്ക് എക്യുപ്മെന്റ്സ് ഒക്കെ മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ അങ്ങനെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ പിക്ചർ എക്യുപ്മെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചത്. അത്യാവശ്യം അങ്ങനെ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിക്ചറുകളൊക്കെ കാണിച്ചു തരാം.
പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ചാപ്റ്ററും ചിലപ്പോൾ നമുക്ക് ഒരുപോലെ ഇപ്പോ ചില ചാപ്റ്ററിൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് ചിലപ്പോൾ എന്തെങ്കിലും ഫിലിം റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ഒക്കെ പറയാറുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് അങ്ങനെ പറയുമ്പോഴാണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ക്ലിക്ക് ആവണത് അല്ലേ? ആണോ? ഏതെങ്കിലും ഫിലിം ഒക്കെ പറയുമ്പോൾ വേഗം ക്ലിക്ക് ആവില്ല നിങ്ങൾക്ക് അല്ലേ? ഓക്കെ. അപ്പൊ പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ചാപ്റ്റേഴ്സും അതുപോലെ കണക്ട് ചെയ്ത് പറയാനൊന്നും പറ്റില്ല. ഓരോ ചാപ്റ്ററും അതിന്റെ ഒരേ മോഡ് അനുസരിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ ചിലത് നമുക്ക് എക്സാക്ട് ആ പോയിന്റ്സ് വെച്ച് തന്നെ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്താ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ വലിയ കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ട് പോകുന്ന ചാപ്റ്റേഴ്സ് ആണ്. തേർഡ് മൊഡ്യൂൾ വരുമ്പോൾ കുറച്ചും കൂടി ലെങ്തി ആയിട്ടുണ്ട് ചാപ്റ്റർ. ഇതുപോലെയുള്ള ചിലപ്പോ ഒരു ചാപ്റ്റർ തന്നെ ഒരു 5 ക്ലാസ്സോ 6 ക്ലാസ്സോ വേണ്ടി വരുന്നേക്കാം. അതുപോലെ കുറച്ച് കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെയാണ് ഈ പറഞ്ഞ തേർഡ് മൊഡ്യൂളിലേക്ക് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരിക്കില്ല, നിർമ്മല മിസ്സിന്റെ ക്ലാസ് ഉണ്ടായിരിക്കില്ല. അടുത്ത ദിവസം തുടങ്ങി ഏതെങ്കിലും വെച്ചാൽ ക്ലാസ് അറേഞ്ച് ചെയ്യും കേട്ടോ. നിർമ്മല മിസ്സിന് സുഖമില്ല, ആള് വയ്യ, പനി ഇതൊക്കെയാണ്. ഇപ്പൊ ഒരു പനിയുടെ ഒരു സീസൺ ആണല്ലോ അല്ലെ? എല്ലാവർക്കും പനിയും അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് ദിവസം ടീച്ചർ ലീവ് ആയിരിക്കും കേട്ടോ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ ഏതെങ്കിലും ക്ലാസ്സുകളെ കുറിച്ചോ? എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ. എന്റെ ക്ലാസ് നന്നായി മനസ്സിലാവുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ. ടെസ്റ്റ് പേപ്പർ ഇടുമോന്നല്ലേ? ഓക്കെ. നമുക്ക് ടെസ്റ്റ് പേപ്പർ നിങ്ങൾ കഴിഞ്ഞ ബാച്ചുകാരും നമ്മൾ ടെസ്റ്റ് പേപ്പർ ഇട്ടിരുന്നതാണ് അങ്ങനെ. പക്ഷെ മീൻസ് ഒരു എന്താ പറയാ, നമ്മളെ ഒരു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം അത്രയും പോകുന്നത് കൊണ്ട് നമ്മൾ എക്സാം ഇടുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തീരുമെന്നൊക്കെ അറിയില്ലല്ലോ. അപ്പോ മീൻസ് ഇന്ററാക്ഷൻസ് അധികം വരുമ്പോ അത് റെക്കോർഡഡ് ക്ലാസ്സിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ ഓൾ മ്യൂട്ട് ചെയ്ത് ക്ലാസ് ഓൾറെഡി കൊണ്ടുപോകുന്നത്. എങ്കിലും നോക്കാം കേട്ടോ, എക്സാം നമുക്ക് ഇടാൻ നോക്കാം. 5th ബാച്ചുകാരും മീൻസ് അവരൊരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ നിങ്ങൾ പറഞ്ഞതുപോലെ എക്സാം പോലെ ഇടാം അല്ലെ? അതെയോ? എക്സാം ഇടാണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ആ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് തന്നാൽ മതിയോ? ഞാൻ ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം, ആൻസർ നിങ്ങൾ എഴുതാം, അങ്ങനെ മതിയോ? അല്ലെ? നമ്മൾ എക്സാം ഇടുമ്പോൾ ഒത്തിരി സമയം പോവില്ലേ? ഇപ്പൊ ഞാൻ എക്സാം ഇട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്തു, ദെൻ പിന്നെ അതിന്റെ റൈറ്റ് ആൻസർ ഒക്കെ പറഞ്ഞു വരുമ്പോൾ ഒത്തിരി സമയം പോകും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും മീൻസ് അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ പിന്നെ ആൻസർ ചെയ്തിട്ട് അത് പഠിച്ചു പോവുക. ഓക്കെ, അങ്ങനെ പോരെ? അതല്ലേ നല്ലത് അല്ലേ? അങ്ങനെ മതി. ഓക്കെ. കാരണം എക്സാം എടുക്കണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ശരിയാകാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കും. പിന്നെ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല ഇല്ലേ? അപ്പൊ അതിന് നല്ലത് എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസോ അങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരാം. അപ്പൊ നിങ്ങൾ അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചോളൂ. ബാക്കി പഠിക്കണ്ടെന്നല്ലാട്ടാ. മീൻസ് ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, നിങ്ങൾ അതിന്റെ ആൻസർ കണ്ടെത്താം, നിങ്ങൾ പഠിക്കാം. ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിട്ടില്ല. ഇനി നാളത്തെ ക്ലാസ്സിന്റെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. ഓക്കെ. വേറെ ഡൗട്ട്സ് ഇല്ല? ബാക്കി എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലല്ലോ. ഓക്കെ. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.